ഇപ്പോൾ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ ദൃശ്യത്തിൽ. ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ചേർത്ത് മണ്ഡലങ്ങളുടെ ഒരു എണ്ണം ഇന്നിപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ പറയുന്നത് കൊണ്ട് പേര് അറിയാം. മനോരമ അവരാണ് ഇന്ന് 58 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കമുണ്ട് എന്ന് അവരവതരിപ്പിച്ചു. കപ്പലിങ്ങനെ ദ്വാരം പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് പ്രചരണം നടത്തിയവർക്ക് അങ്ങനെ മുങ്ങുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് കണക്ക്. 58 തന്നെ അതിന് പുറമെ സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കിയാൽ 500 വോട്ട് 600 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിലുള്ള മണ്ഡലങ്ങളുണ്ട്. മാത്രമല്ല തളിപ്പറമ്പ് മണ്ഡലം അതിൽ 2116 വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുറവായിട്ടാണ് രേഖപ്പെടുത്തിയത്. അവിടെ 5 നഗരസഭാ വാർഡിലും 3 ഗ്രാമപഞ്ചായത്ത് വാർഡിലും എതിരില്ലാണ്ട് ജയിച്ച കാര്യം അവർ ബോധപൂർവം മറന്നുപോവുകയോ അല്ലെങ്കിൽ ചേർക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട്. 8000 വോട്ട് ശരാശരിയുള്ള ഒരു നമ്പറിൽ UDF 20% വോട്ട് കഴിച്ചാൽ ബാക്കി ആന്തൂരും മലപ്പട്ടവും 80% ഇടതുപക്ഷ വോട്ടുള്ള വാർഡുകളാണ്. തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽപ്പെട്ടതാണ് ആന്തൂരും മലപ്പട്ടവും. ആന്തൂര് 5 നഗരസഭാ വാർഡും മലപ്പട്ടം 3 ഗ്രാമപഞ്ചായത്ത് വാർഡും ഇതിലില്ലാണ്ട് ജയിച്ച കണക്ക് കൂടി കൂട്ടിയാൽ ഇവർ പറഞ്ഞതിനേക്കാളും എത്രയോ അതിൻ്റെ ഇരട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലീഡായിരിക്കും. ബാക്കിയൊന്നും അങ്ങനെ പറയാൻ സാധിക്കില്ല. നമുക്ക് 500 വോട്ട് കുറവ് തന്നെ. പക്ഷേ ആ കുറവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെ ശരിയായ രീതിയിൽ പരിശോധിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ അടിത്തറ വ്യക്തമാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. 58-ൻ്റെ ഒപ്പം ഒന്നും കൂടി 59 പിന്നെ ഈ പറയുന്ന പോലെയുള്ള വളരെ ചെറിയ മാർജിനുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്ക് കൂട്ടിയാൽ അതും മാറും. ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ കണക്ക് കൂട്ടിയിട്ടാണ്. ജില്ലാ പഞ്ചായത്താണല്ലോ രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ടത്. ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്ക് കൂട്ടിയാൽ ഇതിൽ നിന്ന് നല്ല മാറ്റം വീണ്ടും വരും. എന്ന് പറഞ്ഞാൽ ഞാനന്ന് പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഭദ്രമായിട്ട് തന്നെ നിൽക്കുന്നു എന്നാണ് എല്ലാ പ്രചാരവേലയും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലും പറയാതെ മനോരമ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില ജില്ലകളിൽ മധ്യ കേരളം അതുപോലെ തന്നെ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലുണ്ടായ പരാജയം സംബന്ധിച്ച് ആഴത്തിലുള്ള പഠനം നടത്തേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗം അങ്ങനെ തന്നെ ഞങ്ങൾക്കെതിരായിട്ട് മാറിപ്പോയി എന്നൊന്നും പറയാൻ സാധിക്കുന്നില്ല. കാരണം മലപ്പുറം ജില്ലയിലെ വോട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ 10 ലക്ഷം വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അത് ചെറിയ വോട്ടല്ല, 10 ലക്ഷം വോട്ട്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ സാമുദായിക വിഭാഗങ്ങൾക്കിടയിലും താരതമ്യേന നല്ല വോട്ട് നേടാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്താൽ 1,75,000 വോട്ടാണ് കോർപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. അവിടെ BJPക്ക് 1,60,000 വോട്ടേ ഉള്ളൂ. 1,25,000 വോട്ടാണ് UDF. ഇപ്പോൾ വോട്ടിൻ്റെ കണക്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഈ കോർപ്പറേഷനിലും നല്ല മുൻകൈയുള്ളത്. ജില്ലയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 4 മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാം ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത്. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ 41 വാർഡിൽ
കണ്ണൂർ ഡിവിഷൻ, അവിടെ UDF വളരെ ചെറിയ വോട്ട്, 1000-ൽ കുറവായ വോട്ടേ ഉള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ന് പറഞ്ഞാൽ പരസ്പരം ധാരണയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തെ ഞാൻ അന്ന് പറഞ്ഞതാണ്. പരസ്യമായും രഹസ്യമായും ചില നീക്കങ്ങൾ കൂടി ചേർത്തിട്ടാണ് യഥാർത്ഥത്തിൽ BJPയെ ഈ എണ്ണത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ ചെറിയ വോട്ടിന് 10, 50, 60, 40, 30, 35 വോട്ടിനൊക്കെ ഞങ്ങളുടെ 6 സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യം വളരെ ഗൗരവപൂർണമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മധ്യ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലും മലപ്പുറം ജില്ലയിലും ഒക്കെ നമുക്ക് നല്ല തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടി ഉൾപ്പെടെ എല്ലാം ഗൗരവപൂർവം ഫലപ്രദമായ രീതിയിൽ പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തി മുമ്പോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും ഈ മാസം തന്നെ ചേർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചേർന്ന് പരിശോധിച്ച് ഓരോ ജില്ലയിലും ഓരോ ഏരിയയിലും ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായിട്ട് പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തണം എന്നാണിപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ മികച്ച പ്രവർത്തനം ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം എന്തുകൊണ്ട് ഉണ്ടായി എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വർഗീയ ശക്തികൾ, അതിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDPI ഉൾപ്പെടെയുള്ള വിഭാഗം നല്ല പ്രചാരവേല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയം രൂപപ്പെടുത്താൻ വേണ്ടി ലീഗിനും കോൺഗ്രസിനും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നെയാണ്. അത് ഒന്നുകൂടി ശക്തിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം ആവർത്തിക്കുകയാണ്. അതേപോലെ ഇവിടെ ഈ കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ BJP ഇപ്പോഴും അതിൻ്റെ സ്വാധീനം നഗരസഭയിൽ നേടിയിട്ടുള്ള അല്ല ഈ ഇവിടെയുള്ള കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള വിജയത്തെ തുടർന്ന് ഒരു വലിയ രീതിയിൽ മുന്നേറ്റം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചാൽ ജില്ലാ പഞ്ചായത്തുകളിൽ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന സീറ്റ് ഇപ്രാവശ്യം ഇല്ല. കാസർഗോഡ് ജില്ലയിലാണ് ഒരു സീറ്റ് ആകെ അവർക്കുള്ളത് ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ. അവർക്ക് നിലവിലുണ്ടായിരുന്ന പഞ്ചായത്തുകളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും അതിൽ കുറവ് വരികയാണ് ചെയ്തത്. ചിലത് ഞങ്ങൾ തന്നെ BJP ഞങ്ങൾ തന്നെ ചിലത് പിടിച്ചു. പാലക്കാട് ഇപ്പം നോക്കുമ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട അവർ തന്നെ കൊട്ടിഘോഷിപ്പിച്ച് പിടിച്ചു എന്ന് വിശദീകരിച്ച പത്തനംതിട്ടയിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒക്കെ പറഞ്ഞ പന്തളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്ഷേത്ര നഗരങ്ങൾ പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. അതിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇടതുപക്ഷമാണ് നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇവിടെ ഈ തിരുവനന്തപുരത്ത് ഞാൻ നേരത്തെ പറഞ്ഞു BJP 41 സ്ഥലങ്ങളിൽ ജയിച്ചപ്പോൾ 25 വാർഡിൽ UDF
1000-ൽ കുറവായ വോട്ട് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ LDF പരാജയപ്പെടുത്താൻ പൊതുവായ ഇടപെടൽ, ഒരു മുന്നണി എന്ന രീതിയിലൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, പൊതുവായ ഇടപെടൽ BJPയും UDF നടത്തിയിട്ടുണ്ട്. അതാണ് തിരുവനന്തപുരത്ത് കാണാൻ സാധിച്ചിട്ടുള്ള കാര്യം. ചില വാർഡുകളിൽ UDF വളരെ ചെറിയ വോട്ട് മാത്രം ലഭിക്കുന്ന നില ഉണ്ടായത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഏതാണ്ട് LDF പരാജയപ്പെടുത്താൻ വേണ്ടി UDFും അതുപോലെ തന്നെ BJPയും കപട മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് യോജിച്ച് അവർ സ്വാഭാവികമായും CPIM ആണ് BJPയുമായിട്ട് ഈടുണ്ടാക്കുന്നത് എന്ന പ്രചാരവേല നടത്തി അവർ ഈ രീതിയിലുള്ള ഒരു വർക്ക് വളരെ നിശബ്ദമായി സംഘടിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. തെരഞ്ഞെടുപ്പ് വിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകണമെന്നാണ് പാർട്ടി തീരുമാനിച്ചത്. കുതിര കച്ചവടത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള സമീപനം പാർട്ടി ഒരു ഘട്ടത്തിലും സ്വീകരിക്കുന്നില്ല. ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് വരാൻ തയ്യാറുള്ള സ്വതന്ത്രന്മാരുൾപ്പെടെയുള്ളവരുമായൊക്കെ ചേർന്ന് ചില സ്ഥലങ്ങളിൽ ടൈ വന്നിട്ടുള്ള പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ ഉണ്ട്. അവിടെ അങ്ങനെയുള്ളവരുമായി ചേർന്ന് ഭരണത്തിലേക്ക് വരിക എന്നതിൻ്റെ അപ്പുറം BJP ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളും ഫാസിസ്റ്റ് ശക്തികൾക്ക് തുല്യമായ നിലയിൽ പ്രചാരവേല നടത്തുന്ന ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ചേർന്ന ലീഗും അതുപോലെ കോൺഗ്രസും ഒക്കെ ആയിട്ട് ഒരു മുന്നണിയുടെയും പ്രശ്നം പാർട്ടി ആലോചിക്കുന്നേ ഇല്ല. ആരുമായിട്ടില്ല. അവരും BJP ചേർന്നിട്ടല്ലേ തിരുവനന്തപുരത്തെ ഞങ്ങളുടെ ഭരണ സംവിധാനത്തെ തന്നെ തകർത്തത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ രാഷ്ട്രീയ മര്യാദ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. SIRുമായി ബന്ധപ്പെട്ട് ഇന്നും അതിൻ്റെ അവലോകന യോഗം ചേർന്നു. ഇപ്പോഴേതാണ്ട് 30 ലക്ഷത്തോളം വോട്ടർമാരുടെ പേര് തള്ളപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും അവസാനത്തെ യോഗത്തിലെ റിപ്പോർട്ട്. ഈ 20-ാം തീയതിയോടുകൂടി അതിൻ്റെ ഫൈനലൈസ് ചെയ്ത് 21-ന് വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത്. അത് വലിയ രീതിയിലുള്ള വോട്ടർമാരുടെ കുറവ് കേരളത്തിലുണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ള കാര്യം. ഈ സർക്കാർ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ട് എന്തുകൊണ്ടാണ് തിരിച്ചടി ഉണ്ടായെന്ന് പരിശോധിക്കുന്നതാണ് മാഷ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് തോറ്റത്? അതെ, അതല്ലേ പരിശോധിക്കുന്നു പറഞ്ഞു. ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഇല്ലില്ല, ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല, എല്ലാവർക്കും അറിയില്ല. കൊല്ലം കോർപ്പറേഷൻ പാർട്ടി വളരെ വ്യക്തമായ ഭൂരിപക്ഷമുള്ളതാണ്. തിരുവനന്തപുരം പോലെയല്ല കൊല്ലം. അല്ലല്ല, അവിടെ വന്നിട്ടുള്ള വീഴ്ച ഗൗരവമായിട്ട് പരിശോധിക്കും. കൊല്ലം ജില്ലയിലുണ്ടായിട്ടുള്ള കോർപ്പറേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ജയിച്ചിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷൻ നമ്മൾ തോറ്റു, നല്ലപോലെ തോറ്റു. എന്നാൽ അവിടെ ജില്ലാ പഞ്ചായത്ത് ജയിച്ചു, മുനിസിപ്പാലിറ്റികൾ ജയിച്ചു, ബ്ലോക്ക് പഞ്ചായത്ത് ജയിച്ചു, ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം ജയിച്ചു. അപ്പോൾ കൊല്ലം കോർപ്പറേഷനിലുണ്ടായിട്ടുള്ള പരാജയത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഗൗരവപൂർണമായ പരിശോധന തന്നെ, മറ്റെല്ലാ പരിശോധനയെ പോലെ തന്നെ അവിടെയും ഗൗരവപൂർണമായ പരിശോധന നടത്തും. ഈ ശബരിമല സ്വർണ്ണപ്പാള കേസ് പ്രധാനമായിട്ടുള്ള അജണ്ടയായിട്ട് മുന്നോട്ട് വെച്ചാണ് BJP കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അതിനെ ചെറുക്കുന്നതിന് പാർട്ടി പരാജയപ്പെട്ടു. അതിൽ ഞങ്ങൾ ചെറുക്കേണ്ട കാര്യമില്ല. കാരണം ജനങ്ങൾക്ക് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർ BJP ഉൾപ്പെടെ ജയിച്ചത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമോ അല്ലെങ്കിൽ അവർ ഉയർത്തിയ വിശ്വാസ മുദ്രാവാക്യം കൊണ്ടല്ല.
എങ്കിൽ അവർ ഇതിൽ എത്രയോ കൂടുതൽ ജയിക്കേണ്ടിയാണ് ബി ജെ പി ആണ് കള്ളപ്രചാര വില നടത്തി. ഞാൻ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്ത് അവരത് പിൻവലിക്കേണ്ടെന്നതില വന്നത്. എന്ന് പറഞ്ഞാൽ മതപരമായ രീതിയിൽ പ്രചരണം നടത്തിയത് ഭരണഘടനാപരമായി തെറ്റാണ്. ആ തെറ്റാണെന്ന് ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തി ആ രീതിയിൽ പിന്നീട് അവർ അത് പറയുമ്പോഴേക്ക് ഈ കള്ളപ്രചാര വേലൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ കള്ളപ്രചാര വേല നടത്തിയിട്ട് അതിന്റെ ഭാഗമായിട്ട് റിസൾട്ട് ബി ജെ പിക്ക് ഉണ്ടായില്ല. എവിടെ ഒരു സ്ഥലത്തും ഉണ്ടായില്ല. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഉണ്ടായത് ഞാൻ ഈ പറഞ്ഞതാണ്. 41 ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനുകളിൽ ബി ജെ പിക്ക് ജയിക്കാൻ ഇടയായത് അവിടെയുള്ള കോൺഗ്രസിന്റെ വോട്ടിൽ വലിയ ചോർച്ച സംഭവിക്കുന്ന നിലയിലുള്ള അവരുടെ പരോക്ഷമോ പ്രത്യക്ഷമോ ആയ ഐക്യനിര കൊണ്ടാണ്. അവിടെ ഞാൻ പറഞ്ഞു 1000-ൽ കുറവായ വോട്ടേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ അവിടെ. ആ അതുണ്ട്, അതവിടെയുണ്ട്. ജില്ലാ സെക്രട്ടറി ഒന്നുമില്ല. ജില്ലാ സെക്രട്ടറി ആരാ പറഞ്ഞു? മുന്നംഗം അങ്ങനെ എന്തെല്ലാവരും ഉണ്ടാവും. എല്ലാം മുന്നംഗാണ്. തെറ്റായ കള്ളപ്രചാരം നടത്തുക. ജില്ലാ കമ്മിറ്റിയാണ്. അതെ അതെ അതെ. ഒരു മാറ്റമില്ല. എന്തിനു മാറ്റം? ഞങ്ങൾ പറഞ്ഞതില്ല, അന്ന് പറഞ്ഞതിന് ഇന്നും ഞങ്ങൾ അങ്ങനെ അവസരവാദപരമായ നിലപാടൊന്നും സ്വീകരിച്ചിട്ടില്ല. നോക്കട്ടെ, അന്വേഷണം പൂർത്തിയാവാതെ നടപടിയെടുക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഇപ്പം ഉടനെ നടപടിയെടുക്കണം താങ്കൾക്ക് വാദിക്കുന്നത്. ഞാനത് അന്നേ പറഞ്ഞു, ഇന്നും പറഞ്ഞു. ശബരിമല പ്രശ്നം സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ആരാണോ ഉത്തരവാദി അവർക്കെതിരായിട്ടുള്ള ശരിയായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ഗവൺമെന്റ് എന്ന രീതിയിലും ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കും. ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യില്ല. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനും CPM-നും ഇടതുമുന്നണിക്കും തിരിച്ചടിയായിട്ടുണ്ടോ? അല്ല, അതിപ്പം പൂർണ്ണമായിട്ട് പരിശോധിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. CPI പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല ഞാനല്ലേ പറയേണ്ടത്. എന്നെ സംബന്ധിച്ച് CPM-നെ പറ്റി പറയുമ്പോൾ ഞാനല്ലേ പറയുന്നത് അതിന്റെ വക്താവായിട്ട്. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കണം. പരിശോധിച്ച് നോക്കിയിട്ട് ആവശ്യമായ നിലപാടാണ് അതിൽ സ്വീകരിക്കേണ്ടത്. ഇപ്പോഴും ശബരിമലയുടെ ഭാഗമായിട്ടുള്ള നേട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ BJPക്ക് ഇത്രയൊന്നും സീറ്റ് കിട്ടിയാൽ പോരല്ലോ. BJP യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിച്ച പുറത്തെന്താണുള്ളത്? വളരെ ദയനീയമായ രീതിയിലല്ലേ ഉണ്ടായത്. അവർക്ക് ഉണ്ടായിരുന്നു തന്നെ പോവല്ലേ ഇത്. അവരെ സ്വാധീനം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവല്ലേ തൃശ്ശൂർ ഒരു പാർലമെന്റ് സീറ്റ് മുഴുവൻ ജയിച്ചു എന്ന് പറയുന്ന ആ പാർലമെന്റ് മെമ്പറും അതിനുശേഷം നടത്തിയിട്ടുള്ള കലുങ്ക് സംവാദവും ഉൾപ്പെടെ മുഴുവൻ നടത്തിയിട്ടും അവിടെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചോ? ഒരു പഞ്ചായത്ത് പോലും പൂർണ്ണമായിട്ട് ജയിച്ചില്ലല്ലോ അവര്. നിങ്ങൾ മനോരമയാ? അപ്പൊ അതിനകത്ത് തന്നെ വന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എതിരില്ലാതെ സ്ഥാനാർത്ഥികൾ ജയിച്ച സ്ഥലങ്ങളും തെരഞ്ഞെടുപ്പ് നടക്കാത്ത വാർഡുകളും ഒഴിവാക്കി. അതെ, അല്ല ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ പോരല്ലോ. അന്നേരം നിങ്ങൾ 2116 പറയുന്നുണ്ടല്ലോ. 2116 പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ആന്തൂരാണ്. ആന്തൂരിൽ ഇപ്പോഴും 29 ഇടതു പഞ്ചായത്ത് മുന്നണി എന്ന് പറഞ്ഞാൽ CPM-ന്റെയും തന്നെയാണ്. അങ്ങനെയുള്ള ആ 5 പിന്നെ മലപ്പട്ടത്ത് മിക്കവാറും 100% നമ്മൾ ജയിക്കുന്നതാണ്. ഒന്നാണ് ഇപ്രാവശ്യം പോയത്. അപ്പോൾ അവിടെയും ഈ 3 ജയിച്ചത് ആ രീതിയിലാണ്. അപ്പോൾ 8 വാർഡോ അല്ലെങ്കിൽ ഡിവിഷൻ ഉൾപ്പെടെ അവിടെ ഉണ്ടായിട്ട് അതിനെ നിങ്ങൾ പരിഗണിക്കുന്നില്ലല്ലോ. പൊതുവായിട്ടൊരു വർധനം പറഞ്ഞാൽ പോരല്ലോ. നിങ്ങൾ കണക്ക് കൊടുക്കുമ്പോൾ പറഞ്ഞ് അതിൻ്റെ ബ്രാക്കറ്റ് ഇതുണ്ടെന്നാലും ഇവിടെ 8 ബാക്കി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ പറഞ്ഞില്ലല്ലോ പറയുമ്പോൾ. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്നല്ലേ അതിന്റെ ഉദ്ദേശം. കണക്ക് തയ്യാറാവും. അതിപ്പോ ജില്ലാ കമ്മിറ്റിയുടെ യോഗം ചേരുമ്പോഴേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ മാസം തന്നെ എല്ലാ ജില്ലാ കമ്മിറ്റികളും ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചേർന്ന് ഇവിടുന്ന് ടീമായിട്ട് സഹാക്കൾ പങ്കെടുത്ത് എല്ലാ കമ്മിറ്റികളും ചേർന്നതിന് ശേഷം ഞങ്ങളിവിടെ സംഘടനാപരമായ പരിശോധന നടത്തും. അപ്പോഴേക്ക് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും മറുപടി പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള റിവ്യൂ ഞങ്ങൾ തയ്യാറാക്കും. ബാധിച്ചിരുന്നുവെങ്കിൽ ഉറപ്പല്ലേ? അങ്ങനെ ഞാൻ പറയുന്നില്ല, അത് ഞാൻ നോക്കാന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ പറയുന്ന പ്രഥമ ദൃഷ്ടിയാ തന്നെ നോക്കുമ്പോൾ ഇതുപോലുള്ള പരാജയം അവർ വാങ്ങിയിട്ടുണ്ട്, ഏറ്റുവാങ്ങിയിട്ടുണ്ട്. തൃശ്ശൂർ, കൊടുങ്ങല്ലൂര്, അതുപോലെ രാജരാജേശ്വരി ഉണ്ടല്ലോ നമ്മുടെ തളിപ്പറമ്പ്, പറശ്ശിനിക്കടവ്, ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രങ്ങൾ. കൊടുങ്ങല്ലൂര്, ആ വിശ്വാസ കേന്ദ്രങ്ങൾ ഒന്നും BJP ജയിച്ചിട്ടില്ലല്ലോ. ഈ വിശ്വാസം പറഞ്ഞു ഗുരുവായൂര് ഒന്നും
ആറ്റുകാല് പത്മനാഭസ്വാമി ക്ഷേത്രം അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒന്നും അടുക്കാൻ പറ്റില്ല. അതല്ലേ ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെയും കൂടി ആയിരത്തിൽ കുറവായ വോട്ട് മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതങ്ങനെ അവർ പരോക്ഷമായും പ്രത്യക്ഷമായിട്ടും ചില വാർഡുകളിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ സ്ഥലത്തും ഒരു ഐക്യമുന്നണി ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഐക്യമുന്നണി ഉണ്ടാക്കിയില്ലെങ്കിലും ധാരണ ഉണ്ടാക്കിയിട്ടാണ് അവർ പല സ്ഥലത്തും നേടിയത്. ഈ ന്യൂനപക്ഷ വോട്ടുകൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പാർട്ടിയോട് മുന്നണിയോടുള്ള സമീപനം എങ്ങനെയായിരുന്നു? അല്ല, അതാ ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇല്ലായിരുന്നുവെങ്കിൽ മലപ്പുറം ജില്ലയിൽ 10 ലക്ഷം വോട്ട് ഏതാ? അതെ, ന്യൂനപക്ഷമല്ലേ വളരെ പ്രധാനപ്പെട്ടത്. എത്ര ശതമാനം? അതപ്പോ ഭൂരിപക്ഷത്തിലോട്ടാക്കായിരുന്നു. ഭൂരിപക്ഷത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് അവിടെ അല്ല, ഭൂരിപക്ഷത്തിന്റെ വോട്ട് ഞങ്ങൾക്കുണ്ട്, ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഞങ്ങൾക്കുണ്ട്. അതായത് ഏതെങ്കിലും വിഭാഗത്തിന്റെ വോട്ട് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായി പോയി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും വേണ്ട. എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭൂരിപക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ഇടപെടലിന്റെ ഫലമായി ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സമ്മതിക്കുന്നുണ്ട്. ഈ തോൽവി വെള്ളാപ്പള്ളിയുടെ സംഭാവന എത്രയാണ്? വെള്ളാപ്പള്ളിയുടെ സംഭാവന നോക്കാം, അതൊക്കെ നമുക്ക് നോക്കാം. നീ പേടിക്കേണ്ട കാര്യം? ആരെ പങ്ക് പരിശോധിക്കുന്നതിൽ ഒരു പേടിയില്ല. മനസ്സിലായില്ല. അത് ഇടത് ഹിന്ദുത്വ ആക്കുമെന്ന് പറഞ്ഞാൽ ഇല്ല. എന്ത് ഫേസ്ബുക്ക്? നിങ്ങളുടെ ഫേസ്ബുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നെഗറ്റീവ് അല്ലാണ്ട് പോസിറ്റീവ് ആകും. അതെ, അവിടെ ഇപ്പോ തൂക്കാന്ന്. BJPക്ക് ഭൂരിപക്ഷമൊന്നുമില്ല. ഒറ്റക്കക്ഷിയായി, പക്ഷെ ഭൂരിപക്ഷമൊന്നുമില്ല. പോരാ, മതിയാവൂല. അതൊക്കെ തൂക്കായിട്ട് നിൽക്കുകയാണ്. ഉറപ്പല്ലേ മൂന്നാം വട്ടം എന്നുള്ളത്? ഒരു തിരിച്ചടിയില്ല. അതാ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെച്ചത് അതാണ്. അത് വിചാരിച്ച് നിൽക്കണ്ട. മൂന്നാം വട്ടത്തിൽ ഇനി ഇവർ UDF വരാൻ പോവാണെന്ന് പറയാനാണല്ലോ നിങ്ങളെല്ലാം 80 സീറ്റ് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ 80 സീറ്റല്ലേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. വെറുതെ ആവശ്യമില്ലാതെ ചോദിച്ചു. നോക്കാം, നമുക്ക് അത് പൂർത്തിയായില്ല, അതെല്ലാം വരട്ടെ. മനോരമയില്ലേ അത് ആദ്യം എടുത്തത്? അല്ല, ആ സമ്മേളനമോ? ആ സമ്മേളനം നല്ല നാട്ടല്ലേ? അല്ല, രാഷ്ട്രീയമല്ലോ. ആരാ രാഷ്ട്രീയം മുന്നോട്ടേക്ക് വെച്ച്? നിങ്ങളെല്ലാം രാഷ്ട്രീയമല്ല, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനെങ്ങനെ രാഷ്ട്രീയമാകുക? ഇടത് ഹിന്ദുത്വ ആഖ്യാനം നിങ്ങളുടെ പ്രയോഗമല്ലേ? ആയിരിക്കും അതെല്ലാം അംഗീകരിക്കുന്നു. ആരെ പ്രയോഗമായാലും ആ പ്രയോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലോ ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത്. ഓരോരാളായി പറ. ഇടത് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. അത് ഐസൂരിനോട് ചോദിച്ചാൽ മതി. പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ട്. ഭൂരിപക്ഷങ്ങൾക്കൊപ്പം നിന്ന് ജയിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു വ്യാഖ്യാനം, അങ്ങനെ പ്രചരണം ശത്രുക്കൾ നടത്തി. അത് അവരെ ബാധിച്ചോ എന്ന് പരിശോധിക്കുന്നതാണ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിട്ടിയിട്ടുണ്ട്. കിട്ടിയതിൽ ഏറ്റക്കുറച്ചിലുണ്ട്. ഏറ്റക്കുറച്ചിലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഭൂരിപക്ഷ വർഗീയത അതിശക്തിയായിട്ട് പ്രചരിപ്പിച്ചിട്ടും അവർ പ്രചരിപ്പിച്ചതുപോലെ വിശ്വാസി സമൂഹം ഈ പറയുന്ന BJPക്ക് അനുകൂലമായി മാറിയിട്ടില്ല എന്നതാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2, ന്യൂനപക്ഷ വർഗീയതയുമായി ചേർന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ ലീഗും കോൺഗ്രസും ചേർന്ന് ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ SDPIയെയും ചേർത്ത് നിർത്തിയിട്ടും ആ സമുദായം ഉൾപ്പെടെയുള്ളവരുടെ മുഴുവൻ വോട്ടും അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 2 പ്രവണതകളെയും അതിജീവിച്ചുകൊണ്ടാണ് മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്, പൊരുതിയിട്ടുള്ളത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറം ജില്ല അതുപോലെ തന്നെ മധ്യ കേരളത്തിൻ്റെ ചില ഭാഗങ്ങൾ, ഇപ്പോൾ ഇടുക്കി, കോട്ടയം,
അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ ചില ഭാഗങ്ങൾ എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നല്ല പരാജയം ഉണ്ടായിട്ടുണ്ട്. ആ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുമെന്നാണ് പറഞ്ഞത്. അല്ല, കേരള കോൺഗ്രസ് ഇപ്പോഴും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അത് ഉള്ളതുകൊണ്ട് മാത്രമല്ലല്ലോ ജയം ഉണ്ടായിട്ടുള്ളത്, യുദ്ധം പരാജയം ഉണ്ടായിട്ടുള്ളത്. രണ്ടും കാണണ്ടേ അതേപോലെ. അല്ല, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും CPIM ഉണ്ടായിട്ടില്ല. ഏത് പ്രശ്നത്തിലുമില്ല. അവരുടെ പ്രശ്നമല്ല, അവർ വർഗീയമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. വർഗീയതയും അതുപോലെ തന്നെ വിശ്വാസവും രണ്ടായി കാണണം. വർഗീയതയല്ല യഥാർത്ഥത്തിൽ വിശ്വാസികൾക്കൊന്നും ഈ വർഗീയതയില്ല. വർഗീയവാദികൾ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രചാരവേലയുണ്ട്. ആ പ്രചാരവേല ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലും ഏശിയിട്ടുണ്ട്. അത് ഞാൻ കൃത്യമായി കണ്ടിട്ടുണ്ട്. അത് ചോദിച്ചത് നിങ്ങൾ അതാ പറഞ്ഞ നിങ്ങൾ ഒന്നും മാത്രം എടുക്കണ്ട. പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിച്ച് പറയാം. അതല്ലേ ഞാൻ പറഞ്ഞ റിവ്യൂ തീരുന്നതോടുകൂടി ഞങ്ങൾക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും എത്രത്തോളം ഉണ്ട്, ഓരോന്നും എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ച് എഴുതിയിരുന്നത്. സംസ്ഥാനത്തുള്ള ഭരണവിരുദ്ധ വികാരമാണ്. അത് നിങ്ങൾ പറഞ്ഞില്ലേ, അതില്ലാതെ കൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരമൊന്നും കേരളത്തിലില്ല. ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശബരിമല ഇപ്പം MP-മാരുടെ സമരം അവിടെ BJPക്ക് വേണ്ടിയാണല്ലോ നടത്തിയത്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒന്നും ഒരു പ്രശ്നം ഞങ്ങൾ പരിശോധന നടത്തുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ള ആ എലമെന്റ് മാറ്റി നിർത്തിയായിരിക്കും പരിശോധിക്കുക. അല്ലല്ല, അതെല്ലാം മാറ്റി നിർത്തൂല. ഒന്നും മാറ്റി നിർത്താൻ പോകുന്നില്ല. എല്ലാം കൂടി ചേർന്ന് പരിശോധിക്കും. പരിശോധിച്ചിട്ട് എന്തൊക്കെയാണോ മനസ്സിലായ കാര്യം അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ തിരുത്തൽ വേണോ ആ തിരുത്തൽ ഞങ്ങൾ നടത്തും. പിന്നെന്താണ് പരിശോധന? ഭരണവിരുദ്ധ വികാരം ഇല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഇത്രയും സൂപ്പർ സർക്കാരാണ് കേരളം ഭരിക്കുന്നെങ്കിൽ പിന്നെന്താണ് പരിശോധന? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, സൂപ്പർ സർക്കാർ തന്നെയാണ്. പക്ഷേ താഴത്തെ എത്രത്തോളമാണെന്ന് പരിശോധിക്കാം. സംഘടനാ വീഴ്ചയൊക്കെ ഉണ്ടാവുന്നു. ഇപ്പൊ സംഘടനാ വീഴ്ചയില്ല നമ്മളാരും പറഞ്ഞിട്ടുണ്ടോ? എല്ലാ വീഴ്ചയും പരിശോധിക്കും. രാഷ്ട്രീയമായ വീഴ്ചയുണ്ടോ, സംഘടനാപരമായ വീഴ്ചയുണ്ടോ, അതുപോലെ ഉയർത്തിയ മുദ്രാവാക്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നിലവിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കാൻ പോവാണ്. കുഴപ്പമില്ല, നല്ല സമയം ഇത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനസ്സിലാക്കേണ്ടത് അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് തന്നെ തുടരും. നിങ്ങളെ വിചാരം എന്താ പറഞ്ഞാൽ ഈ ഇലക്ഷനിൽ എവിടെയെങ്കിലും ജയിക്കുകയും തോക്കുന്നതിനനുസരിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് സ്വീകരിക്കുന്നതെന്നാണ്. പരിശോധന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ വിപുലപ്പെടുത്താൻ അടുത്ത ഈ 3ാം ടേമിലേക്ക് ഇടതുപാട് ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ടേക്ക് വരാൻ അതല്ലേ പരിശോധന. അത് നോക്കാം നമുക്ക്. അല്ല, എന്തിനാണെന്ന് സമ്മതിക്കുന്നു നോക്കട്ടെ, ഉണ്ടെങ്കിൽ പരിശോധിക്കാം. ഞാൻ പറഞ്ഞല്ലോ പരിശോധിക്കാം. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ അതില്ല. ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇവിടെ. എവിടെയുണ്ടായി അങ്ങനെ? അതൊന്നും ആയിട്ടില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു അങ്ങനെയാണെന്ന് ഒരാൾ മത്സരിച്ച സ്ഥലത്തല്ലേ പ്രശ്നം ഉണ്ടാവില്ല. അതൊന്നും ഉണ്ടായിട്ടില്ല. വലിയ പാടുന്നില്ല. പക്ഷെ നിങ്ങൾ തോറ്റുവന്ന് പറഞ്ഞ് പ്രതിഫലിന്റെ ഭാഷയെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് പണിയാകുന്നു. അയാൾ പിന്നെ എന്താ ഓരോ രാജ്യയില് അസംബ്ലിയിലല്ലേ അതിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നാൽ അത് അവസാനം വനവാസത്തിന് തന്നെ കൊണ്ടിരും. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാ, ഒരു കമ്മ്യൂണിസ്റ്റിന് പരാജയം എന്ന് പറയുന്നത് അത് അവസാനത്തെ പരാജയമാണെന്നോ വിജയം എന്ന് പറയുന്നത് അത് അവസാനത്തെ വിജയമാണോ എന്ന ഒരു തെറ്റിദ്ധാരണയുള്ളവരല്ല ഞങ്ങള്. വനവാസം എന്ത് വനവാസം? അതിനെ പഴയ കാലം പറഞ്ഞു വെച്ചല്ലേ. ഞാൻ പോയില്ല വനവാസത്തിൽ. വനവാസം രാഷ്ട്രീയം വിട്ടു പോകുന്ന പ്രശ്നമില്ല. ഞാൻ ഈ ഭരണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വന്നിട്ടുള്ള ഒരാളല്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സംശയവും വേണ്ട,
ഇതേ രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോയിട്ട് തെറ്റെല്ലാം തിരുത്തി ശരിയായ രീതിയിൽ ജനങ്ങളെ മുഴുവൻ മുന്നോട്ടേക്ക് നയിച്ച് അടുത്ത 26 ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. യെസ്. ആ അല്ല ഞങ്ങളിപ്പോൾ പ്രകടമായി കണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് ആവശ്യമായ പരിശോധന താഴത്ത് നടത്തിയിട്ട് റിവ്യൂവും കൂടി ചേർന്ന് നിങ്ങളോട് പറയാനുള്ളത് പറയാം. പരിശോധിക്കും, അതെല്ലാം പരിശോധിക്കും. ഞങ്ങളെ പരിശോധന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നതനുസരിച്ച് പരിശോധിക്കാൻ അങ്ങനെ ഞങ്ങൾ ഇടയിലെ പരിശോധിക്കുക, പരിശോധിക്കുന്നില്ല. ഞങ്ങൾ സംസ്ഥാനക്ക് ഇതും കൂടി ഒന്ന് കേട്ടോ, ഇനി വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. അതായത് ഞങ്ങളിത് ഒരു പ്രാഥമികമായ രീതിയിലുള്ള പരിശോധന മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഞങ്ങൾ ഈ ജില്ലാ കമ്മിറ്റികളിൽ താഴെ കമ്മിറ്റികളിൽ ഇത് താഴെ വരെയുള്ളതാണല്ലോ, അതെല്ലാം ചേർന്ന് പരിശോധിച്ച് പിന്നീട് വീണ്ടും സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് പരിശോധിച്ചതിന് ശേഷം നിങ്ങളോട് എന്തൊക്കെയാണോ ഞങ്ങൾക്ക് ഈ കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് അത് നിങ്ങളോട് അന്നേരം പറയും. ഇതോ ഇത് ഇമ്മാസം അവസാനിക്കും, ഈ പ്രോസസ്സോ ഈ മാസം അവസാനിക്കും. മതി ഇനി കുറേ പ്രാവശ്യം ഈ ഭരണവിരുദ്ധ വികാരം. ആ അതായത് അദ്ദേഹം തന്നെ തിരിച്ചല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ വർത്തമാനം സംബന്ധിച്ചിടത്തോളം ഒരു പുതു നാടൻ വർത്തമാനം പറഞ്ഞത് മാത്രമേ. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതായത് പ്രകടമായി ഇതൊന്നുമല്ല. എന്നാൽ ഇതെല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായി പരിശോധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. നോക്കാന്ന് നിങ്ങളെന്തിനാ അത്ര ബേജാറാകുന്നു വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ? അതും പരിശോധിക്കും. പിന്നെന്താ പരിശോധിക്കാണ്ട്? ഏത് അല്ല പാട്ടൊക്കെ പലതും പാട്ട് വിമോചന സമരത്തിന് എന്തെല്ലാം പാട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പാട്ട് വിമോചന സമരകാലത്ത് 59 അത് ജനിച്ചില്ല. അപ്പോൾ പാട്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനുമൊക്കെ എതിരായിട്ട് വലതുപക്ഷം നിങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതൽ ശേഷിയുള്ളത്. കാരണം മൂലധന ശേഷി മുഴുവൻ ഈ മാധ്യമങ്ങൾക്കല്ലേ. ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാൽ വളരെ വളരെ ദുർബലല്ലേ. അപ്പോൾ ആ ആശയപ്രചരണം ശക്തിയായിട്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പാട്ടും വരുവിൻ്റെ അത്, സിനിമയും വരുവിൻ്റെ അത്, നാടകവും വരും, ഒക്കെ വരും. പക്ഷേ അതിനൊക്കെ അതിജീവിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ആശയ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഉണ്ടാകുന്ന അനുഭവം. അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിനുണ്ട്. ആര്? അതാ ഞാൻ പറഞ്ഞത്, ഓരോരോ ചോദ്യം ചോദിക്കുന്നത് തെറ്റായ ചോദ്യമാകുമ്പോൾ മറുപടി അങ്ങനെ പറയില്ല. നിങ്ങൾ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ പറയണം മറുപടി. പിന്നെന്താ നിങ്ങൾ ഞാൻ മത്സരിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ചോദിച്ചാൽ ഞാൻ മത്സരിക്കുന്നുണ്ടോ എന്നോ പറയേണ്ടത്, അല്ല ഇല്ലാന്നോ പറയേണ്ടത്. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ തീരുമാനിക്കില്ല. ഞാൻ തീരുമാനിക്കുക ഞാൻ മത്സരിക്കണോ കൊണ്ട്. ഞാനോ? ഞാൻ 3 ടേം കഴിഞ്ഞു. ഇത് 3ാമത്തെ ടേമാണ്. അതെ ആണ്. ഞാൻ പറഞ്ഞില്ല ഇത്രയും പറഞ്ഞ പിന്നെ നമുക്ക് മനസ്സിലായില്ലേ. 41 ഈ കൗൺസിലർമാരെ രൂപപ്പെടുത്തുന്നതിൽ കോൺഗ്രസിന്റെ BJP ജയിച്ച 41 കോൺഗ്രസിന് 1000-ൽ കുറവായ വോട്ട് മാത്രമേ കിട്ടൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം ഇതാ പറഞ്ഞത്. നിങ്ങളന്നേരം വന്നിട്ടില്ല. LDF-നോ? LDF ഇപ്പോഴും വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയില്ല. അതിന് വേണ്ടിയിട്ടല്ലേ ഈ ചർച്ചയിൽ മുഴുവൻ നടത്തുന്നത്. LDF-ന്റെ അടിത്തറ വിപുലീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളാണ് നമ്മളോടൊപ്പം വരേണ്ടത്, അല്ല ഏതെങ്കിലും പാർട്ടിയോ അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തുതയില്ല. ആര് പറഞ്ഞാലും